ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്: സവാള, പച്ചമുളക്, കിഴങ്ങ്, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഗ്രീൻ പീസ് വേവിച്ചത്, ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ. അതിൽ ഗ്രാമ്പു, ഏലക്ക, പട്ട. വഴന്നു വരെ കുറച്ച് ഉപ്പ് കൂടെ ഒഴിക്കാം. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം: കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് വേവിച്ചത്, ഇത് 2 കറിവേപ്പില. ഇത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് എണ്ണയിലൊന്ന് വാട്ടാം. നമ്മൾ വേറെ എരിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കും. പിന്നെ അതിലേക്ക് ശകല പെരുംജീരകപ്പൊടി. അതുകൊണ്ട് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചത് ഉപ്പ് ചേർത്താണ്. സവാളയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിന് നോക്കി ഉപ്പ് ഒഴിക്കുക. ഇത് അടച്ചു വെച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഡിന്നർ അപ്പവും സ്റ്റൂ ആണ്. അതിനായി നമുക്ക് അപ്പം കൂടെ ചുട്ടെടുക്കാം. നമുക്ക് ഈ അപ്പം എടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിയായ അപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വെജിറ്റബിളിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെക്കാൻ പറയുന്നത് ചാറ് കൂടാതിരിക്കാനാണ്. നമ്മൾ ഈ വെജിറ്റബിൾസിനെ ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കും. നമ്മൾ ഗ്യാസ് ഒന്നും കൂടെ ഓണാക്കി തേങ്ങാപ്പാൽ ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടാകെ മാത്രമേ ചെയ്യാവൂ, ഇളക്കണ്ട. ഇളക്കാതെ പിരിയും. എരിവൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യാം. കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.